ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന RAV4 വാഹനത്തിൻ്റെ അടി കല്ലിനിടിച്ചിട്ട് ഡാമേജ് ആയിട്ട് ഇതിൻ്റെ ഓയിൽ സമ്പൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓയിൽ സംഭവം അതേമാതിരി തന്നെ ഓയിൽ ലെവൽ സെൻസറും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാണ് പുതിയ പാർട്സ് എന്ന് പറയുന്നത്. ഇത് ഓയിൽ ലെവൽ സെൻസറും അതേമാതിരി തന്നെ ഓയിൽ സംഭവം. അപ്പോൾ ഈ ഒരു ഓയിൽ സമ്പിൻ്റെ ഫ്ലോട്ടും അതേമാതിരി ലെവൽ സെൻസറും ഒറ്റ പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓയിൽ സമ്പും അതേമാതിരി ലെവൽ സെൻസറും. ഇതിൻ്റെ പഴയ സംഭ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓയിൽ ലെവൽ സെൻസറും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് വണ്ടി ഇടിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് അപ്പം തന്നെ വണ്ടി നിർത്തിയതുകൊണ്ട് എഞ്ചിനൊന്നും കാര്യമായിട്ട് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് പോയതോടുകൂടി വണ്ടി പെട്ടെന്ന് തന്നെ ഓഫാക്കി. അതുകൊണ്ട് എഞ്ചിന് ഇതുവരെ ഇത് കംപ്ലൈൻറ്റും വന്നില്ല. കാരണം വളരെ ചെറിയ കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലെവൽ സെൻസറും കാര്യങ്ങളൊക്കെ മാറി അതേമാതിരി തന്നെ സമ്പൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഇതേപോലെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ ജർമ്മൻ വാഹനങ്ങളുടെ വർക്കാണ് എൻ്റെ ചാനലിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.